ഇടി വെട്ടിയവൻ്റെ തലയിലേക്ക് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ അവർണികയുടെ കാര്യം. അവർണികയാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ രാധികാമ്മ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നത്. അതിനുശേഷം രാധികാമ്മ ഒരുപാട് നുണക്കഥകൾ പറയുകയാണ് നമ്മുടെ ഗീതുവിനെയും കിഷോറിനെയും പറ്റിയിട്ട്. എന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, മോളെ ഞാൻ നിൻ്റെ ഭാവി ഓർത്തിട്ടും അറയ്ക്കൽ വീട്ടിൻ്റെ അഭിമാനം ഓർത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് വിളിച്ച് പറയുന്നത്. നീ ഇത് കേട്ടിട്ട് എടുത്തു ചാടി ഒന്നും പെരുമാറാനൊന്നും നിൽക്കണ്ട. ഗീതാഞ്ജലിയോട് ഇപ്പം നീ ചോദിക്കുകയും വേണ്ട. നീ ഇപ്പം ഗീതുവിനോടും കിഷോറിനോടും ഇതേപ്പറ്റി നീ ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അവർക്ക് പിന്നെ എല്ലാത്തിനുള്ള ലൈസൻസായി. പിന്നെ നിൻ്റെ ഭർത്താവിന് നിൻ്റെ കയ്യിൽ നിന്ന് പോയത് തന്നെ. അതുകൊണ്ട് നീ അതിനൊന്നും നിൽക്കണ്ട. നീ ആദ്യം ഈ കാര്യങ്ങളൊക്കെ കണ്ണനോട് പറഞ്ഞാൽ മതി. കണ്ണൻ ഗീതുവിനോട് സംസാരിക്കട്ടെ. അതിന് ശേഷം ശരിയായില്ലെന്നുണ്ടെങ്കിൽ നീ ഗീതുവിനോട് സംസാരിച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ അവർണികയെ പിരി കയറ്റി വച്ചിരിക്കുകയാണ് നമ്മുടെ രാധികാമ്മ.